അപ്പോൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ എളുപ്പം ചിക്കൻ കറി വെക്കാൻ വന്നവരല്ലേ നിങ്ങളും? ഇന്നാ പിടിച്ച റെസിപ്പി. ആദ്യമായിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് മസാല ചൂടാക്കി വെക്കാമേ. ഇപ്പം ഞാൻ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കുറച്ച് മല്ലിപ്പൊടിയും നിങ്ങളുടെ ചിക്കൻ അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ 1.5 സ്പൂണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ ദേ ഈ ഒരു കളറാകുമ്പോഴത്തേക്കിനും നിർത്താം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും പെട്ടെന്ന്. ഇനിയൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് എല്ലാവരും ഉപയോഗിക്കുക, സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട. നാടൻ ചിക്കൻ കറി ആണെങ്കിൽ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാവരും ഒന്നും ചേർക്കില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. കുറച്ച് ഇഞ്ചി, അതിനൊപ്പം തന്നെ സെയിം അളവിൽ കുറച്ച് വെളുത്തുള്ളി, ഇത്രയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങ ആദ്യം ഒന്ന് മൂത്തതിന് ശേഷം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഈ രണ്ടിനും 2 വേവായതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങ ഒട്ടും വേവത്തുമില്ല. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു കുക്കറിനകത്ത് ചിക്കൻ എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു വിസിലടിച്ച് വേവിച്ച് വെക്കണേ. അപ്പം നമ്മൾ പെട്ടെന്ന് ചിക്കൻ കറി ആവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സവാള ഇട്ടു. ഈ സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഈ ചിക്കൻ വേവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, എളുപ്പം കറി ആവാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇപ്പോഴേ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഈ സമയത്ത് തന്നെ അപ്പുറത്ത് ഒരു പാത്രത്തിൽ ഒരു കുക്കറിൽ വേവിച്ചാൽ മതി. ഈ സവാളയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ടായി വരട്ടെ. ഇനി ഈ സവാള നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാമേ, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തുറക്കുമ്പോൾ ദേ ഇങ്ങനെ ഒരു കളർ വ്യത്യാസം വരും. അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴണ്ട് പോകണ്ട, കുറച്ച് കിടന്നോട്ടെ. ഉള്ളിയൊക്കെ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ആദ്യം ചൂടാക്കി വെച്ച മസാലപ്പൊടികളില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, അതെല്ലാം കൂടെ തട്ടുക. ആവശ്യാനുസരണം തട്ടിയാൽ മതി, നിങ്ങളുടെ എരിവിനനുസരിച്ച് തട്ടുക. ഇപ്പോൾ ആ പൊടിയിൽ മല്ലിപ്പൊടി കൂടുതലാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മല്ലിപ്പൊടി കുറവാണെങ്കിൽ കൊഴുപ്പ് കുറച്ച് കുറയും. എന്നാലും വേണ്ടിയില്ല. ദേ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വേവിച്ച് വെച്ച ചിക്കനാണിത്. ഒരൊറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ. നമുക്ക് ആ ചിക്കൻ മൊത്തത്തിൽ വെള്ളത്തോട് ചേർത്ത് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ അടുപ്പിച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് സ്റ്റെപ്പ്. ദേ കണ്ടോ, ചിക്കൻ ഓൾറെഡി വെന്തതാണ്, മസാല എല്ലാം ചൂടാണ്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറ് എല്ലാത്തിൻ്റെ കൂടെ പറ്റും. ഇനി എരിവ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർ കുറച്ച് കുരുമുളക് പൊടി ഇടുക, നിർബന്ധമില്ല, എന്നാലും ഇട്ടോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പത്തിന് നമ്മൾ കുക്കർ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. കുക്കർ ചിക്കൻ കറിയുടെ വീഡിയോ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.